റാപ്പേഴ്സ് ഒത്തിരി ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന എപ്പോഴും കേൾക്കുന്ന ഒരു പേരും വേടൻ എന്നാണ്. വേടനെ പറ്റി ഒത്തിരി വിമർശനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി എന്തോ പറയാനുള്ള? വേടന്റെ ഫാനാണോ? വേടന്റെ ഫാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ലൈക്ക് എനിക്ക് ഇഷ്ടമാണ് റാപ്പ് ചെയ്യണത്. എനിക്ക് ഞാനൊരു ആർട്ടിസ്റ്റിനെ റെസ്പെക്ട് ചെയ്യുന്നു, എനിക്കിഷ്ടമാണ്. പിന്നെ വിമർശനങ്ങൾ എന്ന് പറയുമ്പം ലൈക്ക് അത് അവരുടേതായ ജീവിതമല്ലേ. അവർക്ക് ഇപ്പൊ എനിക്കിനി പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് എനിക്ക് പറയാൻ പറ്റൂല. ഞാൻ പാട്ട് എഴുതണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ പറ്റും. അല്ല, ഇതിപ്പോ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോ പണ്ടത്തെ ആയിരിക്കും, പണ്ടത്തെ അല്ലെങ്കിൽ ചെയ്യാത്ത ആയിരിക്കും. അതിപ്പോ ഒരു ട്രെൻഡ് അല്ലേ, വളരണവരെ ഒന്നും ചെയ്യൂല, എല്ലാം നമ്മളോട് ഇങ്ങനെ വന്നിട്ട് വളർന്നു കഴിഞ്ഞതിന് ശേഷം അതിപ്പോ പാർട്ടിയിലായാലും ആൾക്കാരെ വെച്ച് പറയുന്നുണ്ട്. ഇതൊരു ട്രെൻഡ് ആയിട്ട് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അതിനോട് ഇപ്പൊ എന്താ പറയാനുള്ളത്? അല്ല, അതിനോട് ഇപ്പൊ എന്താ പറയാനുള്ളത്? ഇപ്പൊ പെണ്ണുങ്ങൾ പോയിട്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പീഡന കേസ് കൊടുക്കുന്നുണ്ട്. അതിന് വിശ്വയ്ക്ക് എന്താ പറയുള്ളത്? നാളെ ചിലപ്പോ വിശ്വയുടെ പേരിൽ കള്ളക്കേസ് കൊടുത്തെന്നിരിക്കാം. അങ്ങനെയല്ല ഞാൻ പറയുന്നതാണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല. പല ആൾക്കും ഇപ്പൊ വേടൻ പ്രതീക്ഷ കാണത്തില്ലല്ലോ വേടനെ പറ്റി ഇങ്ങനെ വന്നത്. അതുപോലെ തന്നെ ഓരോ ആൾക്കാർ ന്യൂസിൽ നമ്മൾ ഓരോ പാർട്ടിയിലുള്ള ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. 5 പെണ്ണുങ്ങളെ പേടിച്ച് ഈ ഇടയ്ക്ക് ഒരു ഇൻഫ്ലുവൻസർ 12 പെൺപിള്ളേരെയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് മെനഞ്ഞാന്നൊരു ഒരു ന്യൂസ് പുറത്തു പോയത്. അപ്പൊ ഇതിന് ഈ പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റ വാക്കിൽ ഞാൻ പറയും, വിധി വിധി ഉണ്ടെങ്കിൽ വരും, അത്രേ ഉള്ളൂ. ഞാൻ എല്ലാത്തിലും വിധി ഉണ്ടെങ്കിൽ വരും. അങ്ങനല്ലേ പറഞ്ഞു. ഇപ്പൊ ആ പെൺകുട്ടികൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? അവന് വിധി ഉണ്ടായിരുന്നു. അപ്പൊ നാളെ വിശ്വയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുക, ഇപ്പൊ എനിക്ക് നിന്നോട് ദേഷ്യം ഉണ്ടെന്ന് വിചാരിച്ചു, എനിക്ക് നിന്നെ എങ്ങനെയും തകർക്കണം. പക്ഷെ നമ്മൾ നേരെ കണ്ടിട്ട് പോലും ഇല്ലായിരിക്കാം നേരം. എല്ലാ പെൺകുട്ടികളും അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പറയത്തില്ല. മെജോറിറ്റി ഗേൾസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ ചില പെൺകുട്ടികൾ റിയലായിട്ട് കേസ് കൊടുക്കുന്നവരും ഉണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയോ, വിശ്വ ഇന്റർവ്യൂവിന് വന്നു, എന്നെ ഇങ്ങനെ ഇതുപോലെ എന്റെ വൃത്തിയേട് പറഞ്ഞു എന്ന് ഞാൻ നാളെ ഒരു വീഡിയോ ഇട്ടാ നമുക്ക് ഒബ്വിയസ്ലി മെൻസിനായിരിക്കും ഹേറ്റ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഇടുന്ന കുറച്ച് കാറ്റഗറി ആൾക്കാരുണ്ട്. ചിലര് റീച്ചിന് വേണ്ടി ആയിരിക്കാം, ചിലർ അങ്ങനെയായിരിക്കും. അപ്പം അതിനെപ്പറ്റി അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും? വിധി ഇതിന് ഉത്തരവില്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇല്ല ഇല്ല, വിധി സംഭവം ഉണ്ടായ വിധി വിധി അങ്ങനെ വിചാരിക്കത്തുള്ളൂ. എനിക്കൊരു പ്രശ്നം വന്നാൽ അത് വിധിയാണ്, ഞാൻ ഇങ്ങനെ നിന്നോളാം. വിധി അതിനനുസരിച്ച് അത് അപ്പൊ എന്താണ് എനിക്ക് മനസ്സിൽ തോന്നുന്നത് ആ സാധനം നേരിടും. അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്ത് വന്നതാണ്. ഏഞ്ചൽ എന്ത് ചോദിച്ചാലും ഞാൻ വിധി എന്ന് പറയും. അവൾ ഇതുപോലെ എന്നെ കൊരസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെയാണോ? എനിക്ക് അങ്ങനെ പഠിച്ചിട്ട് വരേണ്ട ആവശ്യമില്ല. ഉത്തരവില്ലാത്തോണ്ട് വിധി നീ അങ്ങ് പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുത്തുകാരനാണ്, ചിന്തിക്കണതിന്റെ അപ്പുറം ഞാൻ ചിന്തിക്കും. ഓക്കെ.